Hello, welcome to market discussion of the day. Today, June 26, 2025, June 28, 2000, June 27, 2025, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഇന്നലെ GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30 മണി UK ടൈമിംഗ് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. GDP അനൗൺസ്മെൻറ്റ് നല്ല രീതിയിൽ നെഗറ്റീവായിട്ടാണ് US ഡോളറിനെ ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ GDPയുടെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ GDP -0.5% ആണ് GDPയിൽ വന്നിട്ടുള്ള മാറ്റം. ഓക്കെ, കഴിഞ്ഞ ഫോർകാസ്റ്റ് വന്നിട്ട് -0.2%, പ്രീവിയസ് വന്നിട്ട് -2% ആയിരുന്നു. അപ്പോൾ ഭയങ്കര വലിയൊരു US ഡോളർ താഴോട്ടും എക്കണോമിക്സ് പ്രകാരം യൂറോ USD, GBP USD ഇതെല്ലാം മുകളിലോട്ടും പോകുന്നൊരു ഗോൾഡ് XA USD ഇതെല്ലാം മുകളിലോട്ട് പോകും എന്നുള്ളതാണ് എക്കണോമിക്സ്. പക്ഷെ നേരെ നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ഏകദേശം ഇവിടെ നിന്നുകൊണ്ടിരുന്ന, അതായത് 3345 റേഞ്ചിൽ ആ ഒരു ടൈമിൽ നിന്നുകൊണ്ടിരുന്നതാണ്. ഓൾമോസ്റ്റ് 45 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? 3310 വരെ ആണ് ഈ GDP അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എക്കണോമിക്സിനെതിരായിട്ടാണ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ നേരെ നമ്മൾ യൂറോയും GBP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റമൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഇതുകൊണ്ടിട്ടാണ് ആക്ച്വലി ട്രിക്കിയാണ് ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് GDP ദിവസങ്ങളിലൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് പിറ്റേ ദിവസം ട്രേഡ് എടുത്താൽ മതി എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്ത് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസുകൾ നമ്മൾ നോക്കി, ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. ഇന്നലെ നമുക്ക് വേറെ എക്കണോമിക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ടായിരുന്നു. അതൊന്നും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇന്ന് നമുക്ക് രാവിലെ തന്നെ JPY റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു. JPYയിൽ റീറ്റെയിൽ സെയിൽസ് നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. -0.2% ആണ് റീറ്റെയിൽ സെയിൽസ് JPY വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു 1:30 മണിയാകുമ്പം ചെറിയൊരു മാർക്കറ്റിൽ ഒരു നല്ലൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. കോർ PCE പ്രൈസ് ഇൻഡെക്സ് ആണ്. ആ ഒരു സമയത്ത് ഒന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ദിവസം ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫുള്ളി ടെക്നിക്കലി നമുക്ക് ഫോളോ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ JPYയിലോട്ട് വരുമ്പം JPY ഇപ്പം 144.308 നിൽക്കുന്നു. ഇപ്പം എന്തെങ്കിലും ട്രേഡ് എടുക്കണമെന്ന് ചോദിച്ചാൽ 144 സപ്പോർട്ട് ചെയ്യും. വേണം എന്നുള്ള ആൾക്കാർക്ക് 144 ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. 144 ബൈ ചെയ്യുന്ന ആൾക്കാർ 143.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് ചെയ്ത് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്ന ബൈ 142 എത്തുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. 100% ഉറപ്പുള്ളൊരു ഓപ്പർച്യൂണിറ്റി 142 ബൈ കിട്ടുമ്പോഴാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. 1.1723 ആ ഒരു റേഞ്ചിലാണ് ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയത്ത് കേട്ടോ, ഈ ഒരു വീക്കിലൊക്കെ റേഞ്ച് വെച്ച് നോക്കാൻ നേരത്ത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഇവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ സെല്ല് ചെയ്യത്തില്ല, കാരണം യൂറോയും GBP ഒക്കെ അപ് ട്രെൻഡ് ആണ്. വേണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം. ഇന്നലെ പോയ ഹൈയുടെ മുകളിലായിട്ട് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. 1.1760 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലെടുത്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യൂറോയിൽ ഏറ്റവും നല്ലൊരു ബൈ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.1500 അവിടെ കിട്ടുവാണെങ്കിൽ അവിടുന്നാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈ എൻട്രി യൂറോയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. GBPയും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലെടുത്ത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഇന്നലെ പോയതിൻ്റെ മുകളിലായിട്ട് 1.3770 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് നിർബന്ധമായിട്ടും നമ്മളത് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക, പെർഫെക്റ്റ് എൻട്രി GBPയിലുള്ള പെർഫെക്റ്റ് എൻട്രി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.3
500 അവിടെ കിട്ടുകയാണെങ്കിൽ വീണ്ടും അവിടുന്ന് നമുക്ക് എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. അങ്ങനെ എൻട്രി എടുക്കുന്ന ആൾക്കാർ 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ, സോ ഗോൾഡിലോട്ട് നമ്മൾ വരുമ്പം ഗോൾഡ് ഇന്ന് മാർക്കറ്റ് 3328 സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡംപിങ് ആണ് നടന്നിട്ടുള്ളത്. 3284 വരെ മാർക്കറ്റ് എത്തി നിൽക്കുന്നു. ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷ. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ വീണ്ടും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് 100% സ്റ്റോപ്പ് ലോസ് വേണം. 3270 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് 100% ഇട്ടുകൊണ്ട് ഇവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. മാർക്കറ്റ് ഭയങ്കര ട്രിക്കി ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ചെറിയൊരു ലോട്ട് ഞാനും എടുത്തിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക. കാരണം ട്രിക്കി മാർക്കറ്റാണ്. മാർക്കറ്റ് റേഞ്ചിനകത്ത് നിൽക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. 80 അവിടെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീക്കെൻഡിൽ മാർക്കറ്റ് ഡിസ്കഷൻ വെക്കുന്നതായിരിക്കും. അടുത്തൊരു 6 മാസത്തെ പ്ലാനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. അത് മിക്കവാറും വീക്കെൻഡിൽ തന്നെ ഞാൻ ഇടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം എന്ന്, കൂടുതൽ ആൾക്കാർക്ക് ഇത് പഠിക്കണം, ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച കാണുന്നത് വരെ, ഗുഡ് ബൈ.